പ്രത്യേകിച്ച് ഇടുക്കിയിലുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കോളേജിൻ്റെ അതായത് പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു 2 മാസത്തോളം എറണാകുളം പോയി നിൽപ്പുണ്ടായിരുന്നു, അതായത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഭയങ്കര അടിപൊളിയായിരിക്കും, ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെച്ച് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ പോയിട്ട് പട്ടിണിയും പരിതാപവും അല്ലാതെ വേറൊരു തേങ്ങയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് അത്യാവശ്യം ഒരേ മൈൻഡ് ഉള്ളവരുണ്ടായിരുന്ന കാരണം അത്യാവശ്യം വലിയ ചടപ്പില്ലാതെ അങ്ങ് പോയി കിട്ടി 2 മാസം. പിന്നെ ഇടയ്ക്ക് ഒരു തവണ ഞാൻ ഇടുക്കിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇടുക്കിയിൽ വന്നിട്ടാണ് പിന്നെ തിരിച്ചു പോയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ, ഈ ഇടുക്കി കിടന്നിട്ട് നമ്മൾ വേറെ നാട്ടിൽ പോയി നിൽക്കുമ്പോൾ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവനെ കൊണ്ടാട്ടോ പോയത്, ബൈക്കും കൊണ്ടാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വണ്ടി ഓടിക്കുന്നവർക്ക് കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അതൊന്നും വേറെ എവിടെ ചെന്നാലും കിട്ടൂല. ഈ വെൻറ്റും ഈ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എൻ്റെ അമ്മോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. ഞാൻ അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ നേര്യമംഗലം വഴിയാണ് കയറി വരുന്നത്. അപ്പോൾ ആ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് എൻ്റർ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആ ഒരു ഫീലും കാര്യങ്ങളെല്ലാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡിലോക്കിട്ട് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഡിഫറൻസ്. അതുപോലെ നമുക്ക് ഫീൽ ആവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇടുക്കിയിൽ നിന്ന് നമ്മൾ വേറൊരു നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം തന്നെയാണ്. എല്ലാവരും പറയും പട്ടിക്കാടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ, പക്ഷെ ഒരു തേങ്ങയല്ല, നല്ല അടിപൊളിയാണ് ഇടുക്കി എന്ന് പറഞ്ഞാൽ. ഞാൻ അവിടെ പോയ ശേഷം എനിക്ക് എൻ്റെ നാടിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എനിക്ക് ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.